യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിലെ വളരെ ചെറിയ കാൽവെപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സാധാരണയായി വലിയ മാറ്റങ്ങൾ നമ്മിലും ലോകത്തിലുമുണ്ടാകാൻ വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നാണ് കരുതാറുള്ളത്. എന്നാൽ പലപ്പോഴും നമ്മുടെ കർത്താവ് നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത് വലിയ മാറ്റങ്ങൾക്ക് വേണ്ടി അവൻ പറയുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്യാനാണ്. പഴയ നിയമത്തിലെ 1-2 ഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിലാണ് സിറിയ രാജാവിൻ്റെ ഏറ്റവും നല്ലതും അനുഗ്രഹീതനുമായ ഒരു സൈന്യാധിപനെ ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് നാമാൻ എന്നാണ്. വലിയ ധീരതയുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം. ഓടി നടന്ന് കാര്യങ്ങൾ നിർവഹിക്കുന്ന വ്യക്തി കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ രാജാവിന് എന്തെന്നില്ലാത്തൊരു സ്നേഹവും ഒരു താല്പര്യവും നാമാനോടുണ്ടായിരുന്നു. പക്ഷേ ഈ നാമാന് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ശരീരത്തിൻ്റെ ശിരസ്സ് മുതൽ കാൽപാദം വരെ എല്ലായിടങ്ങളിലും കുഷ്ഠരോഗം ബാധിച്ചു. അതുകൊണ്ട് രാജാവ് പലയിടങ്ങളിലായിട്ട് തിരക്കി എങ്ങനെ ഇവന് സൗഖ്യം കൊടുക്കാൻ ഏത് സ്ഥലത്തേക്ക് പറഞ്ഞു വിടണം. അങ്ങനെ ഇരിക്കെയാണ് ഇസ്രായേലിലെ അനുഗ്രഹീതനായ പ്രവാചകനായ ഏലീഷായെക്കുറിച്ച് രാജാവ് അറിയുന്നത്. രാജാവ് ഭടന്മാരെ വിളിച്ച് ഈ സൈന്യാധിപനെ നാമാനെ കൂട്ടിക്കൊണ്ട് അവിടേക്ക് പറഞ്ഞു വിടുകയാണ്. ഏലീഷ ഈ നാമാനെ കണ്ട ഉടനെ തന്നെ ചെയ്തത് ഇങ്ങനെയാണ്. ഇങ്ങനെ പറഞ്ഞു, ഭൃത്യനോട് ഇങ്ങനെ കൽപ്പിച്ചു, അവനെ കൊണ്ടുപോയി ജോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കാൻ അനുവദിക്കുക. 7 പ്രാവശ്യം നാമാൻ പോയി ജോർദാൻ നദിയിൽ മുങ്ങിക്കുളിക്കട്ടെ, അപ്പോൾ അവൻ സൗഖ്യം പ്രാപിക്കും. സഹോദരങ്ങളെ, പ്രത്യക്ഷത്തിൽ നോക്കിയാൽ വളരെ ചെറിയ കാര്യമല്ല ഇത്, വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ നാമാൻ വളരെ പെട്ടെന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, കുഷ്ഠരോഗം ബാധിച്ച് വന്ന എന്നോട് പറയുന്നത് 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കാനാണ്. 7 പ്രാവശ്യം മുങ്ങിക്കുളിച്ചാൽ എനിക്ക് എങ്ങനെ സൗഖ്യം കിട്ടും? ഒരു പക്ഷേ ഏലീഷ, നീ ചെയ്യേണ്ടിയിരുന്നത് നീ എൻ്റെ അടുത്തേക്ക് വരണം, അടുത്തേക്ക് വന്ന് ശിരസ് മുതൽ കാൽപാദം വരെയുള്ള ഓരോ കുഷ്ഠത്തിലും വന്ന് ഓരോ രോഗത്തിൻ്റെ വ്രണം ബാധിച്ച സ്ഥലത്ത് വന്നും സ്പർശിച്ചുകൊണ്ട് ദൈവനാമം ഏറ്റുപറയണം. അങ്ങനെ ചെയ്താൽ ഒരു പക്ഷേ സൗഖ്യം പ്രാപിച്ചേക്കാം. പക്ഷേ ഏലീഷ വീണ്ടും അവനോട് പറഞ്ഞു, നീ പോയി 7 പ്രാവശ്യം ജോർദാൻ നദിയിൽ മുങ്ങിക്കുളിക്കുക മാത്രം ചെയ്താൽ മതി, നിനക്ക് സൗഖ്യം പ്രാപിക്കും. സഹോദരങ്ങളെ, വീണ്ടും നാമാൻ ചോദിക്കുകയാണ്, ഇതാ എൻ്റെ നാട്ടിൽ, എൻ്റെ സിറിയ നാട്ടിൽ വേറെ കുളങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ ഇസ്രായേലിലെ ജോർദാൻ നദിയിൽ മുങ്ങിക്കുളിക്കാൻ പറയുന്നത്? ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് അവൻ മടങ്ങിപ്പോകാൻ ശ്രമിക്കുന്ന സമയത്ത് പ്രവാചകൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഭൃത്യൻ, ആ ഭൃത്യൻ ചെന്നുകൊണ്ട് നാമാനോട് പറഞ്ഞു, പ്രവാചകൻ വളരെ ചെറിയ കാര്യമാണ് പറയുന്നത് എങ്കിലും അതനുസരിക്കാൻ നീ മനസ്സ് കാണിച്ചാൽ നിനക്ക് സൗഖ്യം കിട്ടും. സഹോദരങ്ങളെ, മനസ്സോടുകൂടി നാമാൻ പോയി ജോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങിക്കുളിച്ചു. ബൈബിൾ പറയുന്ന വചനം ശ്രദ്ധേയമാണ്. 7 പ്രാവശ്യം അവൻ മുങ്ങിക്കുളിച്ച് അവൻ എഴുന്നേറ്റ് വരുമ്പോൾ അവൻ്റെ ശരീരം ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ ഒരു ശിശുവിന് സമാനമുള്ള തൊലിയായി അവൻ്റെ ശരീരം മാറി. വളരെ നിഷ്കളങ്ക കുഞ്ഞിനെപ്പോലെ അവൻ്റെ ശരീരം മുഴുവൻ മാറി. ദൈവം വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മോട് പറയുന്നത് അവൻ പറയുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇതാ 82 വയസ്സ് പ്രായം കഴിഞ്ഞ മോശ ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശം സ്വന്തമാക്കാൻ വേണ്ടി മുന്നോട്ട് പോവുകയാണ്. ഏതാനും ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അവർ കാണുന്നത് നോക്കത്താ ദൂരത്ത് വ്യാപിച്ച് കിടക്കുന്ന കടലാണ്. പുറകിലേക്ക് നോക്കുമ്പോൾ അവരെ പിടിച്ചു കൊണ്ടുപോകാൻ വരുന്ന ഫറവോയുടെ സൈന്യം. യാതൊന്നും ചെയ്യാനോ രക്ഷപ്പെടാനോ വഴികളില്ല. അതുകൊണ്ട് ജനങ്ങൾ മുഴുവൻ പറയാൻ തുടങ്ങി, ജനനേതാവായ നീ ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ, ഈ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? സഹോദരങ്ങളെ, മോശ ഏറെ വിഷമിച്ചു. കാരണം ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് ഈ ജനതയെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ നാട്ടിലേക്ക്, കാനാൻ ദേശത്തേക്ക് നയിക്കുന്നത് എന്ന് മോശയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ ഈ ജനത്തിന്
പൂർണ്ണമായ ബോധ്യമില്ലാതിരുന്നത് കൊണ്ടാണ് അവർ കിടന്ന് മോശയ്ക്കെതിരെ സംസാരിക്കാനായിട്ട് ആരംഭിക്കുന്നത്. മോശ വാവിട്ട് നിലവിളിച്ചു. മോശ ഒരുപാട് വിഷമിച്ചു. ഈ സമയത്ത് മോശയോട് ദൈവം പറയുന്നത് വളരെ ചെറിയ ഒരു കാര്യം ചെയ്യാനാണ്. എന്താണത്? മോശയുടെ കയ്യിലുള്ള വടി കടലിന് എതിരെ നീട്ടിപ്പിടിക്കുക. പ്രത്യക്ഷത്തിൽ നോക്കിയാൽ എത്രയോ ചെറിയ കാര്യമാണത്. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി, ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ കുടിയേറ്റം നടക്കുന്നത് പാവപ്പെട്ട മോശ, ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള മോശ കടലിന് നേരെ ഒരു വടി നീട്ടിപ്പിടിക്കുമ്പോൾ കടൽ വിഭജിച്ച് ജനം വീണ്ടും കാനാൻ ദേശം സ്വന്തമാക്കാൻ വേണ്ടി മുന്നോട്ട് കുതിച്ചു പായുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സഹോദരങ്ങളെ, വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ദൈവം പറയുന്ന ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഒരിക്കൽ ഈശോ സിനഗോഗിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. ധാരാളം പേര്, ന്യായാധിപന്മാരും നേതാക്കന്മാരും ഒക്കെ അവിടെ കാത്തിരിക്കുന്നുണ്ട്, അവനെ കേൾക്കുന്നുണ്ട്. ഇതിനിടയിൽ കൈ സൂക്ഷിച്ചൊരു മനുഷ്യൻ, വർഷങ്ങളായിട്ട് കൈ സൂക്ഷിച്ച മനുഷ്യനാണ് അയാൾ. അയാളെ നോക്കിയപ്പോൾ ഈശോയ്ക്ക് മനസ്സിലായി അവൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചെടുക്കണം. ഈശോ ചോദിച്ചു, നിനക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, എൻ്റെ കൈ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈശോ വളരെ സിമ്പിളായൊരു കാര്യമാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഈശോ പറഞ്ഞു, നിൻ്റെ കൈ ഇങ്ങോട്ട് നീട്ടുക, നിൻ്റെ കൈ ഇങ്ങോട്ട് നീട്ടുക. സഹോദരങ്ങളെ, ഈശോ പറഞ്ഞ ചെറിയ കാൽവെപ്പ് ആ പാവപ്പെട്ട കൈ സൂക്ഷിച്ച മനുഷ്യൻ നടത്തി, വിശ്വാസപൂർവ്വം നടത്തി, അവന് സൗഖ്യം കിട്ടി. അപ്പുറത്ത് മറ്റൊരു സംഭവം നമ്മൾ കാണുന്നു, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണുന്നു. അന്ധനായ, കണ്ണുപൊട്ടനായ ഒരു മനുഷ്യനെ ഈശോ കാണുന്നു. ഈശോയുടെ അടുത്ത് വന്നിട്ട് അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ചയില്ല. സഹോദരങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഈശോയുടെ സമീപത്തേക്ക് അവൻ വരുന്നത്. എനിക്ക് കാഴ്ചയില്ല, എനിക്ക് കാഴ്ച ലഭിച്ചില്ലെങ്കിൽ എൻ്റെ മക്കളെ, എൻ്റെ ജീവിത പങ്കാളിയെ, ഈ ലോകത്തെ ഒന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഗുരുവും നാഥനുമായ നീ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. സഹോദരങ്ങളെ, ഈശോ ചെയ്യുന്നത് വളരെ സിമ്പിളായൊരു കാര്യമാണ്. എന്താണ് ഈശോ ചെയ്യുന്നത്? ഈശോ അവിടെയുള്ള മണ്ണെടുത്ത് കുഴച്ച് അതവൻ്റെ കണ്ണിൽ പൂശി. എന്നിട്ട് പറഞ്ഞു, നീ സീലോഹ കുളത്തിൽ പോയി കുളിക്കണം. ഇത് ഞാനും നിങ്ങളുമാണ് ചെയ്യുക എന്നിരിക്കട്ടെ. നിലത്ത് കിടക്കുന്ന ചെളിയെടുത്ത് അവൻ്റെ കണ്ണിൽ പൂശിയാൽ അവനും പറയും, നാട്ടുകാരും പറയും, ഇതാ കാഴ്ചയില്ലാത്ത ഞാൻ ചെന്ന് സൗഖ്യത്തിന് വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ ചെളി വാരി എൻ്റെ മുഖത്ത് പൂശിയെന്ന് പറയും. കാരണം നമ്മൾ പൂശിയാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. സഹോദരങ്ങളെ, എന്നാൽ ദൈവം പറഞ്ഞതനുസരിച്ച് വളരെ എളിയ ഒരു കാര്യമാണെങ്കിലും അത് നിർവഹിക്കുമ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങൾക്കറിയാവോ, ദൈവത്തിൻ്റെ വചനവും മനുഷ്യൻ്റെ വചനവും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. ദൈവത്തിൻ്റെ വചനം കമ്മ്യൂണിക്കേറ്റീവുമാണ്, ക്രിയേറ്റീവുമാണ്. എന്നാൽ മനുഷ്യൻ്റെ വചനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒന്ന് മാത്രമാണ്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാം, ഞാൻ ഈ പറയുന്ന വാക്കുകൾ മനുഷ്യൻ്റെ വാക്കുകളാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും. പക്ഷേ അതുകൊണ്ട് അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഉദാഹരണത്തിന്, ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ അത് ദൈവമാണ് പറയുന്നതെങ്കിൽ, അത് ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്നാണ് ഞാൻ പറയുന്നതെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഞാൻ പോയി ഒരു അന്ധൻ്റെ കണ്ണിൽ ചെളിവാരി പൂശിയാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ ദൈവവചനത്തെ കൂട്ടുപിടിച്ച് ദൈവം പറയുന്നതനുസരിച്ചാണ് ഞാനത് ചെയ്യുന്നതെങ്കിലോ തീർച്ചയായും കണ്ണുപൊട്ടന് കാഴ്ച തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. ദൈവം പറയുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ പോലും ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ എങ്കിൽ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇത് ഒരാളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മാത്രമല്ല, ലോകത്തിൻ്റെയും സഭയുടെയും ചരിത്രത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത് ദൈവം പറയുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്യുക വഴിയായിട്ടാണ്. ഉദാഹരണത്തിന്, കത്തോലിക്ക തിരുസഭ ഒരു കാലത്ത് ഏറെ പ്രതിസന്ധി അനുഭവിച്ചിരുന്നത് റഷ്യയിലെ കമ്മ്യൂണിസം വളരെയധികം വ്യാപിക്കുന്നതിൻ്റെ ദൂരവ്യാപകമായ ദുഷിച്ച ഫലങ്ങൾ വഴിയായിട്ടായിരുന്നു. ലോകരാഷ്ട്രങ്ങളിൽ, ഭൂപ്രകൃതിയിൽ ഏറ്റവും വലിയ രാഷ്ട്രങ്ങളിൽ ഒന്നാണ് റഷ്യ എന്ന് പറയുന്ന രാജ്യം. എന്നാൽ ഈ റഷ്യയിൽ അങ്ങോളം ഇങ്ങോളം കമ്മ്യൂണിസ്റ്റ് ഭരണം, പ്രത്യേകിച്ചും ദൈവനിഷേധത്തിൻ്റെ ഭരണം പ്രാബല്യത്തിൽ വന്നതോടുകൂടി വിശ്വാസികൾക്ക് അവിടെ ഇടമില്ലാതായി. പലരും തുറുങ്കുകളിൽ അടയ്ക്കപ്പെട്ടു, പലരും വധിക്കപ്പെട്ടു. മിഷണറിമാർക്ക് യേശുവിനെക്കുറിച്ച് പറയാൻ അവസരമില്ല. എല്ലാ വിധത്തിലും വിശ്വാസം തകർന്ന് അവിശ്വാസത്തിൻ്റെ പിന്നാലെ
യുക്തിവാദങ്ങളുടെ പിന്നാലെ പോകുന്ന റഷ്യയെ ഓർത്തുകൊണ്ട് ആ രാജ്യം വിശ്വാസത്തിലേക്ക് വരാൻ എന്ത് ചെയ്യണമെന്നുള്ള ചർച്ചകൾ ലോകത്തിൻ്റെയും പ്രത്യേകിച്ചും സഭയുടെയും അങ്ങോളം ഇങ്ങോളം നടക്കുകയാണ്. ഈ ചർച്ച നടക്കുന്ന സമയത്ത് മാർപ്പാപ്പ റഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. മാർപ്പാപ്പ ലോകം മുഴുവനിലുമുള്ള കത്തോലിക്കരോടും ക്രൈസ്തവ വിശ്വാസികളോടുമായിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എല്ലാ ദിവസവും ജപമാല ചൊല്ലി റഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഹോദരങ്ങളെ, ഇത് കേട്ട ഉടനെ സഭയുടെ അകത്തും പുറത്തുമുള്ള ബുദ്ധിജീവികൾ എന്ന് കരുതുന്ന ധാരാളം മനുഷ്യർ ഇങ്ങനെ പറഞ്ഞു, സത്യത്തിൽ എന്ത് സംഭവിക്കാനാണ്? കൊന്തയൊല്ലി പ്രാർത്ഥിച്ച റഷ്യയിൽ വല്ല മാറ്റം നടക്കുമോ? സാമാന്യ ബുദ്ധിയിൽ നോക്കിയാൽ ഒന്നും സംഭവിക്കാനിടയില്ല. ഇത്രയും വ്യാപകമായിരിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ നിന്നും റഷ്യ മോചനം പ്രാപിക്കാൻ പാവപ്പെട്ട കാരണവന്മാർ കൊന്തയൊല്ലി പ്രാർത്ഥിച്ച് എന്ത് നടക്കാനാണ്? സഹോദരങ്ങൾ, എന്നാൽ നമ്മുടെ കൊച്ചു കേരളത്തിലെ മലയാളികളായിരിക്കുന്ന സാധാരണ കാരണവന്മാർ ഉൾപ്പെടെ എല്ലാവരും കൊന്ത ചൊല്ലി റഷ്യയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. വർഷങ്ങൾ കഴിഞ്ഞു. റഷ്യ ഇന്ന് ദൈവത്തിൻ്റെ സ്വന്തമായി, റഷ്യ വിഭജിക്കപ്പെട്ടു. റഷ്യ ദൈവത്തിൻ്റെ സ്വന്തമായ, ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇടയുള്ള, അവസരമുള്ള, സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമായിട്ട് മാറി. ഇതുപോലെ തന്നെയാണ് ഈസ്റ്റേൺ യൂറോപ്പിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം, യുക്തിവാദവും ഏറെ പ്രബലമായിരിക്കുന്ന ഒരു രാജ്യമായിരുന്നു പോളണ്ട് എന്ന് പറയുന്ന രാജ്യം. പോളണ്ട് അവിശ്വാസത്തിൻ്റെ പിന്നാലെ പോകുന്നത് കണ്ടപ്പോൾ ധാരാളം പേര് ദുഃഖിച്ചു. കാരണം വെസ്റ്റേൺ യൂറോപ്പ് മുഴുവൻ, പാശ്ചാത്യ യൂറോപ്പിലും മുഴുവൻ വിശ്വാസം വളരെയധികം മുന്നോട്ട് പോകുന്നു. ധാരാളം പേര് രക്തസാക്ഷികളാകുന്നു, ധാരാളം പേര് വിശുദ്ധന്മാരാകുന്നു, ധാരാളം പേര് ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലേക്ക് മിഷണറിമാരായിട്ട് പോകുന്നു. എന്നാൽ പോളണ്ടിൽ വിശ്വാസമില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു പാവപ്പെട്ട ഒരു കന്യാസ്ത്രീക്ക്, അവൾ അന്ന് രാത്രിയിൽ ശാന്തമായ പ്രാർത്ഥന കഴിഞ്ഞ് അവളുടെ മുറിയിലേക്ക് ചെന്നിരിക്കുന്ന സമയത്താണ് ദൈവത്തിൻ്റെ മാലാഖ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് ഒരു കാര്യം, സ്വർഗത്തിൻ്റെ ഒരു സന്ദേശം അവൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അതിങ്ങനെയാണ്: പോളണ്ട്, ആ രാജ്യം ദൈവത്തിൻ്റെ കോപം വീണ് നശിക്കാൻ പോകുന്നു. പോളണ്ട് എന്ന് പറയുന്ന രാജ്യം ദൈവത്തിൻ്റെ കോപം വീണ് നശിക്കാൻ പോകുന്നു. ഇത് കേട്ട ഉടനെ തന്നെ ഈ ചെറുപ്പക്കാരിയായ കന്യാസ്ത്രീ ചാടി എഴുന്നേറ്റു. അവൾ എഴുന്നേറ്റുകൊണ്ട് അവളുടെ ആശ്രമത്തിലുണ്ടായിരുന്ന കൊച്ചു ചാപ്പലിൻ്റെ അകത്തേക്ക് പോയി. ദിവ്യകാരുണ്യ യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകൾ കുത്തി കൈ വിരിച്ച് പിടിച്ചുകൊണ്ട് അവൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു: കർത്താവേ, പോളണ്ട് എന്ന് പറയുന്നത് എൻ്റെ ജന്മദേശമാണ്. ഞാൻ പഠിച്ചത് ഇവിടെയാണ്, ഞാൻ വളർന്നു വലുതായത് ഇവിടെയാണ്. ഇന്ന് സന്യാസ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ കോൺവെൻറ്റിൽ കഴിയുന്നതും ഈ രാജ്യത്ത് തന്നെയാണ്. ഒരിക്കലും അവിടെ നിന്ന് ഈ രാജ്യത്തെ നശിപ്പിക്കരുത്. അതിനുവേണ്ടി അങ്ങ് പറയുന്ന ഏതൊരു കാര്യം ചെയ്യാനും ഞാൻ തയ്യാറാണ്. സഹോദരങ്ങളെ, ഫൗസ്റ്റീന എന്ന് പറയുന്ന ചെറുപ്പക്കാരിയായ ആ കന്യാസ്ത്രീക്ക് അന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ രാജ്യം രക്ഷപ്പെടുന്നതിന് വേണ്ടി വെളിപ്പെടുത്തി കൊടുത്ത പ്രാർത്ഥനയാണ് ഇന്ന് ലോകം മുഴുവനിലും വ്യാപിച്ചിരിക്കുന്ന കരുണയുടെ ജപമാല എന്ന് പറയുന്ന പ്രാർത്ഥന. ആ കാലയളവിൽ ധാരാളം കരുണയുടെ ജപമാലകൾ പല വിധത്തിലായും പല ഫോമിലായും യൂറോപ്പിലുടനീളം വ്യാപിച്ചിരുന്നു. അതിൽ തന്നെയും ഈ സിസ്റ്ററിന് വെളിപ്പെടുത്തി കൊടുത്ത കരുണയുടെ ജപമാലയാണ് ഇന്ന് മലയാളികളായിരിക്കുന്ന മനുഷ്യർ ഉൾപ്പെടെ ലോകത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ ഡിവൈൻ മേഴ്സി പ്രയർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഓർക്കണം, പോളണ്ട് എന്ന് പറയുന്ന ആ രാജ്യത്ത് നിന്നാണ് അനുഗ്രഹീതനും വിശുദ്ധനുമായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഉദയം കൊള്ളുന്നത്. ആ രാജ്യത്ത് തന്നെയാണ് 2016 ജൂലൈ മാസത്തിൽ മില്യൺസ് ജനങ്ങൾ ഒരുമിച്ച് കൂടി, യുവതി യുവാക്കൾ ഒരുമിച്ച് കൂടി വേൾഡ് യൂത്ത് ഡേ കൊടി ഉയർത്തപ്പെടുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ ആ കൊടി ഉയർത്തുകയും ചെയ്യും. നമ്മൾ ഓർക്കണം, കരുണയുടെ ജപമാല എന്ന് പറയുന്ന സാധാരണമായൊരു പ്രാർത്ഥന ചൊല്ലിയാൽ ഒരു രാജ്യത്തിന് വ്യത്യാസമുണ്ടാകുമോ? ഒരു രാജ്യത്തിന് വ്യത്യാസമുണ്ടാകും. ദൈവം പറയുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, ലോകത്തിലും ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും, ലോകത്തിൽ പ്രത്യേകിച്ചും ക്രൈസ്തവ സഭകളിൽ ഏറ്റവും അധികം പ്രഭാഷണം കൊടുത്തിരിക്കുന്ന അനുഗ്രഹീതനും വിശ്രുതനുമായ പ്രഭാഷകനാണ്
ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷീൻ എന്ന് പറയുന്ന കത്തോലിക്ക സഭയിലെ ഫസ്റ്റ് ടെലിവിഷൻ ഇവാഞ്ചലിസ്റ്റ്. അദ്ദേഹം ധാരാളം ടെലിവിഷൻ ശുശ്രൂഷകൾ അങ്ങോളം ഇങ്ങോളം നടത്തിയിട്ടുണ്ട്. ഒരിക്കൽ ഒരു പത്രപ്രവർത്തകൻ ചെന്ന് ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷീനോട് ചോദിച്ചു, ബിഷപ്പ് ഷീൻ, അങ്ങയുടെ പ്രഭാഷണം ഒരുപാട് പേര് ശ്രദ്ധിക്കുന്നു, സെക്യുലർ ആയിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്, വ്യത്യസ്തമായ റിലിജ്യൻസിൽ പെടുന്ന ആളുകൾ അങ്ങയുടെ പ്രഭാഷണം ശ്രദ്ധിക്കുന്നുണ്ട്. എന്താണ് അങ്ങയുടെ പ്രഭാഷണം ഇത്രയധികം ശ്രദ്ധിക്കപ്പെടാനുള്ള കാരണം? അദ്ദേഹം പറഞ്ഞു, എൻ്റെ തിരുപ്പട്ടത്തിൻ്റെ ദിവസം ഞാൻ ഒരു പ്രതിജ്ഞയെടുത്തു. ആ പ്രതിജ്ഞ ഇതായിരുന്നു: ഈശോയുടെ മുമ്പിൽ ചെന്നുകൊണ്ട് ഇരിക്കുന്ന നേരത്ത് ഈശോ എന്നോട് ചോദിക്കുന്നതായി എനിക്ക് തോന്നി. ഈശോ ചോദിച്ച ചോദ്യം ഇതാണ്: എൻ്റെ ഷീനെ, എൻ്റെ സ്വന്തം മകനെ, നീ ഇന്ന് തിരുപ്പട്ടത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണല്ലോ, നീ ഇന്ന് കർത്താവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുകയാണല്ലോ. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കൂട്ടത്തിലിരിക്കാൻ ഞാൻ 3 പേരെ കൊണ്ട് ഗെത്സമൻ തോട്ടത്തിലേക്ക് പോയി. ആ 3 പേരും ഞാൻ വേദനിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് സുഖമായിട്ട് കിടന്നുറങ്ങി. അവർക്ക് 1 മണിക്കൂർ എൻ്റെ കൂട്ടത്തിൽ ഇരിക്കാൻ പറ്റിയില്ല. മോനെ ബിഷപ്പ് ഷീൻ, എനിക്ക് നിൻ്റെ മുമ്പിൽ ജസ്റ്റ് ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് 1 hour നിനക്ക് എൻ്റെ കൂട്ടത്തിൽ ഇരിക്കാൻ പറ്റുമോ? എല്ലാ ദിവസവും നിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വെടിയും വരെയും 1 മണിക്കൂർ നിനക്ക് എന്നോടൊപ്പം ചെലവഴിക്കാൻ കഴിയുമോ? ബിഷപ്പ് ഷീൻ പത്രപ്രവർത്തകരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അന്ന് എൻ്റെ പൗരോഹിത്യ ജീവിതം ആരംഭിക്കുന്ന ആദ്യ ചുവട് വെച്ച അന്നേ ദിവസം ഞാൻ എൻ്റെ കർത്താവിന് ഈ ഒരു പ്രോമിസ് കൊടുത്തു, ഈ ഒരു വാഗ്ദാനം കൊടുത്തു. പ്രോമിസ് എന്താണ്? കർത്താവെ, ഞാൻ എവിടെ പോയി സുവിശേഷം പ്രസംഗിച്ചാലും, എന്തുമാത്രം ഞാൻ ക്ഷീണിതനാണെങ്കിലും 1 hour, ഹോളി അവർ, ഞാൻ തിരുമണിക്കൂർ എല്ലാ ദിവസവും സ്പെൻഡ് ചെയ്തിരിക്കും അങ്ങയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ. അങ്ങനെ ഇരിക്കെയാണ് ഒരിക്കൽ അദ്ദേഹം US-ൽ നിന്നും അമേരിക്കയിൽ നിന്നും ലൂർദിലേക്ക് യാത്രയാകുന്നത്. ലൂർദിൽ ചെന്നപ്പോൾ ഒരുപാട് സമയം വൈകി. രാത്രി അന്ന് തീരാൻ പോവുകയാണ്. പിറ്റേ ദിവസം പ്രഭാതത്തിലേക്ക് പ്രവേശിക്കേണ്ട പാതിരാത്രി കഴിഞ്ഞു. ഈ സമയമായപ്പോൾ അദ്ദേഹം ക്ഷീണിതനായിട്ടാണ് ഇരിക്കുന്നത്. എങ്കിലും ഈശോയ്ക്ക് കൊടുത്ത വാഗ്ദാനമല്ലേ, അതുകൊണ്ട് അദ്ദേഹം ചെന്ന് ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരുന്നതും ഉറങ്ങിപ്പോയതും ബിഷപ്പ് ഷീൻ അറിഞ്ഞില്ല. 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബിഷപ്പ് ഷീൻ കണ്ണുകൾ തുറന്നു. ഇങ്ങനെ ഉടനെ തന്നെ മുട്ടുകുത്തിക്കൊണ്ട് ഈശോയോട് പറഞ്ഞു, ഈശോയെ, ആ 1 മണിക്കൂർ നിൻ്റെ കൂടുതൽ ഇരിക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന് പറ്റിയില്ല, എന്നോട് ക്ഷമിക്കണം. കാരണം ഇത്രയും യാത്ര ചെയ്ത് വന്നതുകൊണ്ട് ഞാൻ ആകപ്പാട് ക്ഷീണിച്ചു പോയി, അതുകൊണ്ട് ഉറങ്ങിയതാണെന്ന് പറഞ്ഞു. ഈശോ ബിഷപ്പ് ഫുൾട്ടൻ ജേഷീനോട് ലൂർദിൽ വെച്ച് ഇങ്ങനെ കൂടി ഉപദേശിച്ചു, മോനെ, നീ എന്നോട് പറഞ്ഞ പ്രോമിസ് ഉറങ്ങിയിട്ടാണെങ്കിൽ കൂടിയും നീ എൻ്റെ മുമ്പിൽ വന്നിരുന്നില്ലേ, അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വെടിയും വരെയും ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സുവിശേഷ ശുശ്രൂഷകനായിട്ട് മാറ്റിയിരിക്കും. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിന് മുമ്പിൽ ദൈവം കൊടുത്ത ഒരു നിയമം, ഒരു വാഗ്ദാനം ഉറപ്പിച്ച് അവൻ പാലിച്ചതിൻ്റെ ഫലമായി അവൻ അനുഗ്രഹീതനായ മനുഷ്യനായിട്ട് മുന്നേറി. ആത്മീയ ജീവിതത്തിൽ വളരുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വലിയ കാര്യങ്ങൾ എല്ലായ്പ്പോഴും ചെയ്യണമെന്നില്ല. ഉദാഹരണത്തിന് എല്ലാ ദിവസവും മുട്ടുകുത്തി ചരലിൽ മുട്ടുകുത്തിയൊന്നും പ്രാർത്ഥിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങൾക്ക് കഴിയണമെന്ന് നിർബന്ധമില്ല. ഒരു പക്ഷേ ഒരുപാട് ജോലി ചെയ്ത് നിങ്ങൾക്ക്, രാവും പകലും അധ്വാനിക്കുന്ന നിങ്ങൾക്ക് എല്ലാ ദിവസവും കൃത്യമായി പള്ളിയിൽ പോകാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. എല്ലാ ദിവസവും ആരാധനയിൽ ചെലവഴിക്കാൻ കഴിയുന്ന നിർബന്ധമില്ല. പക്ഷേ നിങ്ങൾക്ക് ആത്മീയ ജീവിതത്തിൽ നിരന്തരം വളരണമെങ്കിൽ നിങ്ങൾ ഒരു ശീലമെങ്കിലും നിർബന്ധമായും സ്വന്തമാക്കിയിരിക്കണം. യേശു ഇന്ന് ഈ പ്രഭാഷണത്തിൻ്റെ സമയത്ത് നിങ്ങളോട് പറയുന്ന ആത്മീയ ശീലങ്ങളിൽ ഏതെങ്കിലും ഒന്ന്, ഒരുപക്ഷെ ഒരു ജപമാല ചെല്ലുന്നതായിരിക്കാം, ഒരു കരുണയുടെ കൊന്ത ചെല്ലുന്നതായിരിക്കാം, നിരന്തരം ബലിയിൽ പങ്കുപറ്റുന്നതായിരിക്കാം, 1 മണിക്കൂർ യേശുവിനോടൊപ്പം ചെലവഴിക്കുന്നതായിരിക്കാം, ഏത് യാത്രയിലും കൊന്ത പോക്കറ്റിൽ സൂക്ഷിക്കുമെന്നുള്ളതായിരിക്കാം, എവിടെ പോയാലും ഈശോയെ എന്ന് പറയുന്നതായിരിക്കാം, ഭക്ഷണത്തിന് മുമ്പും പിമ്പും പ്രാർത്ഥിക്കുന്നതായിരിക്കാം, കിടപ്പറയിലേക്ക് പോകുന്നതിന് മുമ്പും അതിന് ശേഷവും പ്രാർത്ഥിക്കുമെന്നുള്ളതായിരിക്കാം. ഏതെങ്കിലും ഒരു ആത്മീയ ശീലം നിൻ്റെ ജീവിതത്തിൽ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി നിനക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയുമോ? എങ്കിൽ ആത്മീയ ജീവിതത്തിൽ നാം ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഇതാ ലൂക്കായുടെ സുവിശേഷം 16:10. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ,
വലിയ കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കും. ചെറിയ കാര്യങ്ങളിൽ അവിശ്വസ്തൻ വലിയ കാര്യങ്ങളിലും അവിശ്വസ്തനായിരിക്കും. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കാൻ കർത്താവെ എനിക്ക് കൃപ ചെയ്യണമേ എന്ന് തുടർന്നു വരുന്നുള്ള ആരാധനയിലും പ്രാർത്ഥനയിലും നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് അപേക്ഷിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഉപാസന ഉപാസന പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആരാധന 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 ആരാധന. പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ സമ്പൂർണ്ണമായി അടിയറ വെച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ മുമ്പിലായിരിക്കാം. കർത്താവിൻ്റെ വചനം നമുക്ക് ഓർക്കാം. എന്നെ ബഹുമാനിക്കുന്നവനെ ഞാൻ ബഹുമാനിക്കും, എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും. കർത്താവിനെ ബഹുമാനിക്കുന്നവനെയാണ് കർത്താവ് ബഹുമാനിക്കുന്നത്. കർത്താവിനെ ആദരിക്കുന്നവനെയാണ് കർത്താവും ആദരിക്കുന്നത്. ഈശോയെ, അങ്ങയെ ബഹുമാനിക്കാതെയും അങ്ങയെ ആദരിക്കാതെയും കടന്നുപോയ ദിവസങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. എല്ലാത്തിലും ഉപരി ദൈവത്തെ അനുസരിക്കുന്ന മനുഷ്യരെ ദൈവം വളർത്തുക തന്നെ ചെയ്യും. കർത്താവെ, ഞങ്ങൾ വായിക്കുന്നു, ദാവീദ് ഒരു ഇടയ ബാലനായിരുന്നു. അവനെ നീ വളർത്തി വലുതാക്കി ഇസ്രായേലിൻ്റെ രാജാവാക്കി അവിടുന്ന് വാഴിച്ചു. കാരണം അവൻ അവിടുത്തെ അനുസരിച്ചു. മോശ സാധാരണമായ ഒരു മനുഷ്യനായിരുന്നു. കർത്താവെ, കാനാൻ ദേശത്തെ ലക്ഷ്യമാക്കി യാത്രയാകുവാൻ അവിടുന്ന് മോശയെ പ്രത്യേകം തെരഞ്ഞെടുത്തു, അഭിഷേകം ചെയ്തു. പരിശുദ്ധ മറിയം കൗമാരം പിന്നിടാത്ത ഒരു പാവപ്പെട്ട പെൺകുട്ടിയായിരുന്നു. അവൾ സ്വർഗത്തിൻ്റെ വാക്കിനെ അംഗീകരിച്ചു, സ്നേഹത്തോടെ സ്വീകരിച്ചു. അവളെ രക്ഷകന്റെ അമ്മയാക്കി സ്വർഗത്തിലെ പിതാവ് ഉയർത്തി. ഞങ്ങളുടെ കർത്താവെ, അങ്ങയെ അനുസരിക്കുവാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനെ സ്നേഹത്തോടെ അനുസരിക്കുന്നവരെ കർത്താവ് അധികമായി അനുഗ്രഹിക്കുന്നു.
ഈശോയുടെ മുമ്പിലായിരുന്നു കൊണ്ട് നമുക്ക് ഓർക്കാം, അവിടുത്തെ അനുസരിക്കാതെ പോയ മണിക്കൂറുകളെ ഓർത്തുകൊണ്ട് നമുക്ക് അവിടത്തേക്ക് മാപ്പപേക്ഷിക്കാം. ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഒരാൾ എത്രയോ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതല്ല പ്രധാനപ്പെട്ടത്, മറിച്ച് ചെയ്യുന്ന ഏറ്റവും എളിയ കാര്യം പോലും വിശ്വസ്തയോടുകൂടി നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ആരാധനയുടെ മുമ്പിലായിരിക്കുന്ന മുഴുവൻ സമൂഹവും, മുഴുവൻ കുടുംബവും, വ്യക്തികളും കർത്താവിൻ്റെ മുമ്പിൽ സ്നേഹാദരവോടെ നിന്നുകൊണ്ട് അവരുടെ ഹൃദയങ്ങളിൽ ഇങ്ങനെ പറയട്ടെ: കർത്താവേ, ഏറ്റവും എളിയ കാര്യങ്ങളിൽ പോലും വിശ്വസ്തത പാലിച്ചുകൊണ്ട് അങ്ങയെ സ്നേഹിക്കാൻ, വിശ്വസ്തയോടുകൂടി വ്യാപരിച്ചുകൊണ്ട് അങ്ങയെ സ്നേഹിക്കുവാൻ കർത്താവേ, നീ ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്നേഹിക്കുന്നു ഞാൻ എൻ കർത്താവേ, എല്ലാരെക്കാളും അങ്ങേ മാത്രം. മറ്റുള്ളവർ പറയുന്ന പാഴ്വചനങ്ങളിലേക്ക് ഞങ്ങൾ നോക്കുന്നില്ല. മറ്റുള്ളവർ ഞങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വാക്കുകളിലേക്ക് ഞങ്ങൾ നോക്കുന്നില്ല. ഞങ്ങളുടെ സ്വർഗത്തിലെ പിതാവ് ഞങ്ങളോട് പറയുന്നവ ചെയ്യുവാൻ ഞങ്ങൾക്ക് മനസ്സുണ്ട് എന്ന് ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ ആവർത്തിക്കുന്നു. പിതാവേ, സ്നേഹിക്കുന്നു ഞാൻ എൻ കർത്താവേ, എല്ലാരെക്കാളും അങ്ങേ മാത്രം. സ്വന്തം പിതാവിനെ സ്നേഹിക്കുന്ന ഒരു കുഞ്ഞിന് പിതാവിൻ്റെ വാക്കിനെ ധിക്കരിക്കുവാൻ കഴിയുമോ? സ്വന്തം മാതാവിനെ സ്നേഹിക്കുന്ന ഒരു കുഞ്ഞിന് മാതാവിൻ്റെ വാക്കിനെ ധിക്കരിക്കുവാൻ കഴിയുമോ? ഞങ്ങളുടെ കർത്താവേ, മുഴുവൻ ഹൃദയത്തോടും മുഴുവൻ ആത്മാവോടും കൂടി ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന് ഒരു സമൂഹമായി ഞങ്ങൾ ഏറ്റുപറയട്ടെ. സ്നേഹിക്കുന്നു ഞാൻ എൻ കർത്താവേ, എല്ലാറ്റിനേക്കാളും അങ്ങേ മാത്രം. ആത്മീയ ജീവിതത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ട് കാലങ്ങൾ പിന്നിട്ടപ്പോൾ ആത്മീയ ജീവിതത്തിൽ നിന്ന് മടങ്ങിപ്പോയിരിക്കുന്ന ആരെങ്കിലും ഈ ദൈവ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ശുശ്രൂഷ ഒരുക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മടങ്ങി വരുവാൻ കഴിയും. സ്നേഹത്തോടെ അവിടുത്തെ പിന്തുടരുവാൻ കഴിയും. അവൻ്റെ മാറിൽ വീണ്ടും നിങ്ങൾക്ക് അണയുവാൻ കഴിയും. കരങ്ങൾ യാചനാരൂപത്തിൽ പിടിച്ചുകൊണ്ട് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന സ്നേഹത്തോടു കൂടി ഈശോയുടെ മുമ്പിൽ നമുക്ക് ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, എല്ലാത്തിലും ഉപരിയായി അങ്ങയെ സ്നേഹിക്കുവാൻ, അങ്ങയോട് ചേർന്നിരിക്കുവാൻ എനിക്ക് കൃപ ചെയ്യണമേ. കർത്താവായ ഈശോയെ, മുടങ്ങിപ്പോയ ആത്മീയ ശീലങ്ങളെ വീണ്ടെടുക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവായ
ഈശോയെ, കർത്താവായ ഈശോയെ, അങ്ങ് പറയുന്നത് മാത്രം ചെയ്യുവാൻ അങ്ങ് പറയുന്നത് മാത്രം ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം, ദൈവമേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏറെ സ്നേഹത്തോടെ ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് കർത്താവെ അങ്ങയെ മാത്രം അനുസരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ മുമ്പിൽ നമുക്കായിരിക്കാം.